ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. പണിപ്പുര ടാസ്ക്കാണ്. വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന 5 പേരാണ് പണിപ്പുരയിൽ പോകേണ്ടത്. 10 സെക്കൻഡാണ് അവർക്ക് ടൈം കൊടുത്തിരിക്കുന്നത്. അവരെടുക്കുന്ന തിങ്സ് മൂന്ന് വിധം ബോംബുണ്ട്. ഒന്ന് വലുത്, ഒന്ന് ചെറുത്, ഒന്ന് മീഡിയം. ഇവരെടുത്തിട്ട് വന്നത് വലിയ ബോംബായിരുന്നു എടുത്തിട്ട് വന്നത്. ഇവർക്ക് കിട്ടിയ ബോംബ്. അതിലുള്ള ടാസ്ക് എന്താണെന്നറിയോ? ഈ വീട്ടിലുള്ള ഒരാളെ ചൂസ് ചെയ്യണം. എന്നിട്ട് അവർ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാൻ പാടില്ല. ഇതാണ് ഇവർക്കുള്ള ടാസ്ക്. ഇതിൽ അക്ബറിനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇവരെ. പിന്നെ പണിപ്പുര വീട്ടിൽ പോയ പുതിയ 5 പേരെയും ആരും കളിയാക്കി. അവർക്ക് ദേഷ്യം വന്നു കളിയാക്കിയതിൽ. അതിൽ തുടങ്ങി ഓരോ വാക്ക് വഴക്കായി മാറി. ബെഡ്ഷീറ്റിന്റെ കാര്യം പറഞ്ഞ് തുടങ്ങിയതാണ്. അത് വലുതായി വന്ന് ഹനുമാന്റെ തലയിലേക്ക് എത്തി. എന്ത് വെള്ളിയാണെങ്കിലും പിടിച്ചു തൂങ്ങാൻ മിടിക്കുകയാണല്ലോ ഹനുമോള്. ജിസയിലും ആര്യനും ബെഡ്ഷീറ്റിന്റെ ഉള്ളിൽ ഉമ്മ വെച്ചുവെന്നും ഇതൊക്കെ ഹനുമോൾ കണ്ടുവെന്നും ഇതൊക്കെ കണ്ടു എന്നൊക്കെയാണ് ഹനുമോൾ പറയുന്നത്. ആര്യനും ഇടയ്ക്കിടയ്ക്ക് ബെഡ്ഷീറ്റ് എടുത്തിട്ട് നോക്കുന്നുണ്ടായിരുന്നു, ആനങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. അവർ ചെയ്യുന്നത് അനുമോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് പറഞ്ഞു അനുമോളോട് ചെയ്ത് കാണിക്കാൻ. അതേമാതിരി അനുമോൾ ചെയ്തും കാണിക്കുന്നു. ഇത് നോക്കുമ്പോൾ നമുക്ക് ഇത്തിരി ഓവറായിട്ട് തോന്നുന്ന മാതിരി ഒരു ഫീലും ആവുന്നുണ്ട്. പക്ഷെ എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞപ്പോൾ അനുമോൾക്ക് നല്ല ഭയങ്കരമായി അവൾ ചെയ്ത് അതേമാതിരി ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളൊരു ഭയങ്കരമായി ചെയ്ത് കാണിക്കുന്നു അനുമോള്. ഇത്രയും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ഏത് സീസണിലും ഇങ്ങനെ ഒരു ഇഷ്യൂ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നതായി കേട്ടിട്ടില്ല. പിന്നെ ഇതിലെ രമ്യ നമ്പീശനും ഓണപ്പാട്ട് പാടിയില്ലേ, ആ രമ്യ നമ്പീശനും ജസ്റ്റിനും വന്നു. ബിഗ് ബോസ് പറഞ്ഞു ഇവിടെയുള്ള ഓരോരോ കണ്ടസ്റ്റൻസിനോട് അവരവരുടെ ഓർമ്മകൾ പറയാൻ വേണ്ടി പറഞ്ഞു. അതിൽ ഒരാളിനെ സെലക്ഷൻ ചെയ്യാനും പറഞ്ഞു. എല്ലാവരും അവരവരുടേതായ ഓണത്തിൻ്റെതായ ഓരോ ഓർമ്മകൾ പറഞ്ഞു. കേൾക്കാൻ നന്നായിരുന്നു. അവരവരുടേതായ ലൈഫിൽ എന്തൊക്കെ നടന്ന്, ഓണത്തിന് എന്തൊക്കെ നടന്നു എന്നുള്ളത് പറയുമ്പോൾ നമുക്ക് കേൾക്കാനും നന്നായിട്ടുണ്ടായിരുന്നു. അതിലൊരാളെ സെലക്ഷൻ ചെയ്യാൻ പറഞ്ഞു. അതിൽ സെലക്ഷൻ ചെയ്തത് ആരെയും അറിയണം, എന്താണ് റെനയാണ് സെലക്ഷൻ ചെയ്തത്. അവർക്ക് റെന പറഞ്ഞ വാക്കുകളൊക്കെ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് സെലക്ഷൻ ചെയ്തത്. ഇന്നലത്തെ എപ്പിസോഡ് മുഴുവൻ ഉമ്മ വെച്ച കാര്യത്തെക്കുറിച്ച് മാത്രമാണ് എല്ലാവരും ഡിസ്കഷൻ ചെയ്തത്. ജിസയിൽ പറയുന്നു എനിക്ക് മാരേജ് ആയിട്ടില്ല, ആര്യനും മാരേജ് ആയിട്ടില്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കിസ് ചെയ്യണമെങ്കിലോ ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിൻ്റെ ഒരു റൈറ്റ്സ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് ജിസയിൽ പറയുന്നത്. അത് കറക്റ്റാണോ? അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് കറക്റ്റാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഏത് കറക്റ്റ് ഏത് ശരി എന്നുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.